ഈ രാജാവിൻ്റെ പേരാണ് കീർത്തിമാൻ എന്ന്. രാജാക്കന്മാർക്ക് പൊതുവേ ഒരു ഹോബി എന്ന് പറയില്ലേ, നമ്മൾ എൻ്റർടൈൻമെൻ്റ് എന്താ? മൃഗയാ വിനോദം. അവർ നായാടാൻ പോകും. അതേപോലെ ഒരു ദിവസം ഈ കീർത്തിമാൻ എന്ന രാജാവ് കുതിരപ്പുറത്തൊക്കെ കയറി. അപ്പം എന്താ, രഥമില്ലാണ്ടാ, കുതിരപ്പുറത്താണ് അവർക്ക് വേട്ടയാടാൻ ഏറ്റവും സുഖം. ടക്കടക്കെന്നും പറഞ്ഞു പോയി. കുറേ പരിവാരങ്ങളൊക്കെ പിന്നാലെയുണ്ട്, രാജാവല്ലേ. അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ കാട്ടിൽ കാണാത്ത ചില കാഴ്ചകൾ കണ്ടു. എന്താ കണ്ടത്? തണ്ണീർ പന്തലുകളും കെട്ടിവെച്ചിരിക്കുക. തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇറ്റ് വീഴുക. ഈ വേനൽക്കാലത്ത്, വൈശാഖ മാസമാണേ, ഇങ്ങനെയാ ഈ തണ്ണീർ പന്തലൊക്കെ ഇങ്ങനെ കെട്ടി അതിമനോഹരാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആരാപ്പതി ചെയ്യുന്നേ? ഇതുപോലെ ഇങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ നല്ല സുഖം അവിടെ എത്തിയപ്പോൾ യാത്ര ചെയ്യാൻ. നമ്മൾ വൈക്കോല് നനച്ചിട്ട തണുപ്പ് എന്ന് പറയില്ലേ. അപ്പം 3-4 മുനികുമാരന്മാരെ കണ്ടു. മുനികുമാരന്മാർ ഇതിലിങ്ങനെ വ്യാപൃതരായിട്ടിരിക്കുക. അവരതേ എല്ലാം വലിച്ചു കെട്ടുന്നു, വൃത്തിയാക്കണം. അവിടെ നിർത്തി. എന്നിട്ട് ചോദിച്ചു, രാജാവല്ലേ മുനികുമാരന്മാർ? അതാണ് അവരുടെ ഒരു മഹത്വം. അവർ പഠിച്ചത്. വേഗം വന്നു, രാജാവിനെ നമസ്കരിച്ചു. എന്നിട്ട് അപ്പം രാജാവ് ചോദിക്കുക, നിങ്ങൾ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധാരണ ഇവിടെ ഇങ്ങനെ പന്തലൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ആചാര്യൻ പറഞ്ഞു ഈ മാസം ഈ വക പ്രവർത്തികൾ ചെയ്യണം എന്ന്, അതുകൊണ്ട് ചെയ്യാം. ആരാ നിങ്ങളുടെ ആചാര്യൻ? ഞങ്ങളുടെ ആചാര്യൻ വസിഷ്ഠാചാര്യനാണ്, ആശ്രമത്തിലുണ്ട്. വനത്തിനുള്ളിൽ പോയാൽ ഒരുപാട് ആശ്രമങ്ങൾ നമുക്ക് കാണാം. എങ്കിൽ ശരി, പോവാം. കുറച്ചുകൂടി അങ്ങനെ ഓടി പോയപ്പോണ്ട് 2 സൈഡിലും മുനികുമാരന്മാർ നിന്നിട്ട് ദാഹജലം വിതരണം ചെയ്യുന്നു. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഉത്സവമായ മോരും വെള്ളം പാരില്ലേ, വീട്ടിൽ പശു കറവൊക്കെ ഉള്ള വീട്ടുകാർ, ദാഹജലം കൊടുക്കുന്നത് ഏറ്റവും പുണ്യപ്രവർത്തിയാണ്. ഈ ദാഹജലം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്, ആ തല വരെ പാത്രങ്ങൾ വെച്ചിട്ട്. അപ്പം മുനികുമാരന്മാർ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. രാജാവും കൂടെയുള്ള പരിവാരങ്ങളും ഒക്കെ പോയി അത് വാങ്ങിച്ചു കുടിച്ചു. അവരോടും ചോദിച്ചു, എന്താ ഇപ്പോൾ കാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ, കഴിഞ്ഞ മാസം ഞാൻ വന്നതല്ലേ. ഇപ്പോൾ പറയാണ്, ഈ മാസം വൈശാഖ മാസമാണ്, ഞങ്ങളുടെ ആചാര്യൻ പറഞ്ഞു ഇത് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യാൻ, അതുകൊണ്ട് ചെയ്യാണ്. ശരി, അവിടെ നിന്ന് വീണ്ടും പോയി. കുറച്ചുകൂടി ഓടി ചെന്നപ്പോണ്ട് അവിടെ നിറയെ കായ്കനികൾ, പലതരം പഴവർഗ്ഗങ്ങളൊക്കെ കാട്ടിൽ നിന്ന് തന്നെ പറിച്ചു കൊണ്ടുവന്നിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ വരൂ, വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ അത് കഴിക്കാൻ പാകത്തിൽ ആപ്പിളൊക്കെ അങ്ങനെ മുറിച്ച് വെച്ചിരിക്കുക. അങ്ങനെ കൊടുത്തു. അവരതും വാങ്ങിച്ച് കഴിച്ചു. കുറേ നേരത്തെ പോന്നതല്ലേ കൊട്ടാരത്തുനിന്ന്. അങ്ങനെ അവരോടും ചോദിക്കുകയാണ്, ആരാ നിങ്ങളോട് ഈ കായ്കനികൾ വിതരണം ചെയ്യാൻ പറഞ്ഞത്? അപ്പം പറഞ്ഞു, ഞങ്ങളുടെ ആചാര്യൻ വസിഷ്ഠാചാര്യൻ ആശ്രമത്തിലുണ്ട്, ആചാര്യൻ പറഞ്ഞിട്ട് ചെയ്യാണ്. അവിടെ നിന്ന് വീണ്ടും അവർ യാത്ര ചെയ്തു. കുറച്ചുകൂടി ചെന്നപ്പോൾ വീണ്ടും ആകെ പന്തലുകൾ, അതായത് തണ്ണീർ പന്തലുകളല്ല, സാധാരണ പോലെ പന്തൽ അങ്ങനെ ഒരുപാട് ദൂരം കെട്ടിയിരിക്കുന്നു. അവസാനം അവർ റൗണ്ട് അടിച്ച് ചെന്ന് വീണ്ടും എവിടെ എത്തുകയാണ്? തണ്ണീർ പന്തലുകളിൽ തന്നെ എത്തി.